ശ്രീ രാജേഷ്, അങ്ങ് ഉയർത്തിയ വിമർശനങ്ങൾക്കാണ് ജയസൂര്യൻ മറുപടി നൽകിയത്. കിസാൻ സമ്മാൻ നിധി പോലെയുള്ള പദ്ധതികൾ ഇവിടുത്തെ കാർഷിക മേഖലയെ അങ്ങേയറ്റം ഉത്തേജിപ്പിക്കുന്നതാണ് എന്നുള്ള കാര്യത്തിലടക്കം വ്യക്തമാക്കിക്കൊണ്ടാണ് ജയസൂര്യൻ സംസാരിച്ചത്. അങ്ങേക്ക് പറയാം മറുപടി. അല്ലെ, ഈ ബഡ്ജറ്റുകൾ പല പ്രഖ്യാപനങ്ങൾ നടത്താറുണ്ട്. പക്ഷേ അത് യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുമ്പോൾ നമ്മളിപ്പോൾ ആലോചിക്കുക, വിലക്കയറ്റം ഏറ്റവും കൂടുതൽ രൂക്ഷമായി നിൽക്കുകയാണ്. ഇപ്പോൾ യുക്രൈൻ യുദ്ധത്തിനൊക്കെ ശേഷമുള്ള വിലക്കയറ്റത്തിന് 7% വർധന ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തൊഴിലില്ലായ്മ നിരക്ക് 7.5% വർധന നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റ് കഴിഞ്ഞപ്പോൾ പ്രഖ്യാപിച്ചു ഇന്ത്യയിൽ ഏറ്റവും അധികം തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തൊഴിൽ മേളകളൊക്കെ സംഘടിപ്പിച്ചു. പക്ഷേ എത്ര ആളുകൾക്ക് തൊഴിൽ കൊടുത്തു എന്ന് ഇന്ത്യൻ പാർലമെൻറ്റിലെ ചോദ്യങ്ങൾക്ക് പോലും ഗവൺമെൻറ് കൃത്യമായി മറുപടി പറയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എവിടെയാണ് മറുപടി? അപ്പോൾ ഇതിനകത്ത് ഇത്തരം പ്രഖ്യാപനങ്ങളെ ഇപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിലെ ഏറ്റവും ഹൈലൈറ്റ് എന്തായിരുന്നു? ഇൻറ്റേൺഷിപ്പ് പദ്ധതി നടപ്പാക്കുമെന്നുള്ളതാണ്. 1.25 ലക്ഷം പേർക്ക് ഇൻറ്റേൺഷിപ്പ് നടപ്പാക്കുന്ന 6.50 ലക്ഷം ആളുകൾ രജിസ്റ്റർ ചെയ്തു. പക്ഷേ എന്താണ്, ഉദ്ഘാടനം പോലും നടത്തിയില്ല. 10,000-ൽ താഴെ ആളുകൾക്ക് മാത്രമാണ് ഇൻറ്റേൺഷിപ്പ് ലഭിച്ചത് എന്നുള്ളത് യാഥാർത്ഥ്യമായി നിൽക്കുന്നു, അനൗദ്യോഗികമായ കണക്കുകൾ നിൽക്കുകയാണ്. അപ്പോൾ ഈ പ്രഖ്യാപനങ്ങൾ എവിടെയാണ് യാഥാർത്ഥ്യമാകുന്നത്? അപ്പോൾ ജനങ്ങളെ പറ്റിക്കുക എന്നുള്ളതിലപ്പുറമായി ബഡ്ജറ്റ് യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നുണ്ടോ? പിന്നെ ഇവിടെ പറഞ്ഞു ഇന്ത്യ സാമ്പത്തികമായ പുരോഗതി ഉണ്ടായിരുന്നു. 10 വർഷത്തെ ഏറ്റവും കുറഞ്ഞ സാമ്പത്തിക വളർച്ചാ നിരക്ക് നിൽക്കുന്ന ഒരു രാജ്യമായി GDP ഏറ്റവും കുറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ്. ഇപ്പം നമുക്ക് 91-ൽ തന്നെ സാമ്പത്തിക ഉദാരവൽക്കരണവും ആഗോളവൽക്കരണവും ഒക്കെ നടപ്പാക്കിയ ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത്. അന്നത്തെ കാലഘട്ടത്തിൽ അതിനു മുമ്പുള്ള ഗവൺമെൻറ്, ചന്ദ്രശേഖരൻ്റെ ഗവൺമെൻറ്, അന്നത്തെ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് അന്നത്തെ ഗവൺമെൻറ്റുകളുടെ കാലഘട്ടത്തിൽ ഇപ്പോൾ വന്നപ്പോൾ അന്ന് ഇന്ത്യയുടെ കരുതൽ സ്വർണ്ണശേഖരം വരെ പണയം വെച്ച ഒരവസ്ഥയിലേക്കാണ് എത്തുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് ഇന്ത്യ പുരോഗതിയിലേക്ക് കൈവരിച്ചത്. അത് നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ്, മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് ആ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ വിപ്ലവകരമായ സാമ്പത്തിക പരിഷ്കാരങ്ങൾ അത് ഇന്ത്യയെ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യയെ മാറ്റിയെടുത്തു എന്നുള്ളത് യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ കോൺഗ്രസ് ഗവൺമെൻറ്, UPA ഗവൺമെൻറ് കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, അന്ന് നടത്തിയിട്ടുള്ള പുതിയ നിയമങ്ങൾ, അതൊക്കെയാണ് ഇന്ത്യയുടെ സാധാരണക്കാരൻ്റെ ജീവിത നിലവാരം ഉയർത്താൻ കഴിഞ്ഞത്, സാധാരണക്കാരനെ മധ്യവർഗത്തിലേക്ക് ഉയർത്താൻ കഴിഞ്ഞത്, സാധാരണക്കാരൻ്റെ പട്ടിണി ഇല്ലാതാക്കാൻ കഴിഞ്ഞത്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് ബദലായിട്ടുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ വേണ്ടി ശ്രീ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് കഴിഞ്ഞിട്ടുണ്ടോ? അത്തരത്തിലുള്ള ഭാവനാത്മകമായ പദ്ധതികളിലൂടെ ഏറ്റവും അധികം കർഷകരുടെ കാർഷിക കടം 72,000 കോടി രൂപയുടെ കാർഷിക കടം എഴുതിത്തള്ളിയത് ആ കാലഘട്ടത്തിലാണ്. അതിനുശേഷം കർഷകന് ഇപ്പോൾ ഇവിടെ സാമ്പത്തിക വിദഗ്ധനായ ശ്രീ നിയതി സൂചിപ്പിച്ച പോലെ ഇന്ത്യയുടെ പെട്രോളിയം സബ്സിഡി 716 കോടി രൂപ കുറച്ചു. ഇന്ത്യയുടെ ഭക്ഷ്യ സബ്സിഡി 80,000 കോടി രൂപ കുറച്ചു. അതുപോലുള്ള എല്ലാ സബ്സിഡികളും എടുത്തു കളഞ്ഞുകൊണ്ടുള്ള ഒരു ക്രോണി ക്യാപിറ്റലിസ്റ്റ് നയം മാത്രമാണ് നടപ്പാക്കി മുന്നോട്ട് പോകുന്നത്. വളം സബ്സിഡി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കർഷകർക്ക് 35,000 കോടി രൂപയാണ് വളം സബ്സിഡി എടുത്തു കളഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് കൃഷി ലാഭകരമാക്കുന്നത് എന്നുള്ള ചോദ്യം നിൽക്കുകയാണ്. ചെറിയൊരു ഇടപെടൽ അങ്ങ് UPA ഗവൺമെന്റിന്റെ കാലത്തെ കാര്യങ്ങൾ പറയുകയായിരുന്നു. ഈ വിദർഭയിലെ കൂട്ട കർഷക ആത്മഹത്യയൊക്കെ നമ്മൾ മറന്നു പോകരുത്. ആ ഒരു കാലഘട്ടത്തിൽ ഈ സാമ്പത്തിക ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായി കാർഷിക മേഖലയിലുണ്ടായ കെടുതികൾ, ഈ വിദർഭ എന്ന് പറയുന്ന പ്രദേശമൊക്കെ കർഷകരുടെ കണ്ണീരുകൊണ്ട് അവിടെ കർഷകരുടെ ശവപ്പറമ്പായി ഒരു കാലത്ത് ഇന്ത്യയെ വിശേഷിപ്പിച്ച സ്ഥലങ്ങളാണ്. ആ ഒരു സ്ഥിതിയിലൊക്കെ എത്രയോ മാറ്റമാണ് വന്നത്. ശ്രീ ജയസൂര്യൻ, അങ്ങേക്ക് ഒരു സെക്കൻഡ് ജയസൂര്യൻ, ആ ഒരു കാലത്തെ കൂടി പരാമർശിച്ച് വേണം നമ്മൾ ഈ ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ വിമർശനങ്ങൾ സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യേണ്ടത്. അല്ല, ഇതിനകത്ത് വിദർഭയിലെ കർഷകരുടെ മരണം, ആ വിദർഭയിലുള്ള കർഷകരുടെ ദുരിതം, അതിനുശേഷമാണ് 72,000 കോടി രൂപയുടെ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളാൻ വേണ്ടി അന്നത്തെ ഗവൺമെൻറ് തീരുമാനമെടുത്തത്. അതിലൂടെയാണ് കർഷകരെ അതിനുശേഷം ഇന്ത്യയിൽ കൃഷി ലാഭകരമാക്കുന്ന രീതിയിലേക്ക് കർഷകനെ മാറ്റിയെടുക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സബ്സിഡി കൊടുത്തത് അതിനുശേഷമാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന്, കർഷകർ ആത്മഹത്യ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് കർഷകനെ പുരോഗതിയിലേക്ക് നയിക്കാൻ, രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ, കാർഷിക വരുമാനം ഉയർത്തിക്കൊണ്ടുവരാൻ, സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കാൻ അതിനു വേണ്ടിയുള്ള നയങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയതിന്റെ ഫലമായിട്ടല്ലേ ഈ കാർഷിക സബ്സിഡി അടക്കമുള്ള കാര്യങ്ങൾ. അതെല്ലാം എടുത്തു കളഞ്ഞുകൊണ്ട് ഈ വിദർഭയിലെ ആത്മഹത്യയുടെ കാലഘട്ടത്തിലേക്ക് കർഷകരെ തള്ളിയുള്ള നയങ്ങളല്ലേ ഇന്നത്തെ ഗവൺമെന്റ് പോകേണ്ടതുണ്ട്. കർഷക ആത്മഹത്യകൾ കൊണ്ട് പൊറുതുമുട്ടിയ ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. അന്തർദേശീയ മാധ്യമങ്ങളിലടക്കം ഒരു കാലത്ത് സ്ഥിരം വാർത്തകളായിരുന്നു അത്. വിദർഭ, രാജസ്ഥാൻ, അവിടെയെല്ലാം എത്രയോ കർഷകരാണ് ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതി ഉണ്ടായത്. അതൊക്കെ മറന്നുകൊണ്ട് ഇപ്പോൾ കർഷകർക്ക് വേണ്ടി മോദി സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ കണ്ണടച്ച് അങ്ങനെ പറയാൻ കഴിയുമോ പ്രതിപക്ഷത്തിന്? തീർച്ചയായിട്ടും സാധ്യമല്ല. കാരണം
ഇന്ത്യയിലെ കാർഷിക പുരോഗതി പ്രകടമായി കണ്ടതും, അതായത് കോൺഗ്രസിന്റെ ഒക്കെ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ കാർഷിക മേഖലയിൽ അനുവദിച്ചിരുന്ന ബജറ്റ് വിഹിതം എന്ന് പറയുന്നത് ഒരിക്കലും 25,000 കോടി രൂപ പോലും എത്തിയിട്ടില്ല. പലപ്പോഴും 22 മുതൽ 24 വരെ കോടി, 25,000, 24,000 അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോൾ മോദി ഗവൺമെന്റ് വന്നപ്പോൾ 1,65,000 കോടി കാർഷിക മേഖലയിലേക്ക് പമ്പ് ചെയ്യാൻ കഴിഞ്ഞു. അതിനുള്ള വലിയ പ്രതിഫലമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ കർഷക ആത്മഹത്യകൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കർഷക ആത്മഹത്യ നടക്കുന്ന സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് അത് പറയുമ്പോൾ ശരിയാണ് എന്ന് തോന്നും. കർഷക സമരങ്ങളെയാണ് പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത അതേ മണിക്കൂറിൽ ഡൽഹിയിലെ കർഷക സമരം സ്വിച്ചിട്ടതുപോലെ നിന്നുപോയി. കാരണം ഇത് രണ്ടിന്റെ പുറകിലുള്ള ശക്തികൾ വൈദേശിക ശക്തികളായിരുന്നു എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായി. അതായത് ഖാലിസ്ഥാൻ തീവ്രവാദികൾ സ്പോൺസർ ചെയ്യുകയും കാനഡ പോലുള്ള മറ്റു രാജ്യങ്ങളുടെ പിന്തുണയോടെയും ഡൽഹിയിൽ അരങ്ങേറിയിരുന്ന നാടകം മാത്രമായിരുന്നു കർഷക സമരം. അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ എന്തുകൊണ്ടാണ് കർഷക സമരം ഇല്ലാത്തത്? അത് കഴിഞ്ഞ് ഇലക്ഷൻ വന്നല്ലോ, അപ്പോഴും കർഷക സമരം. അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞ ആ വാക്കുകൾ കൂടി ഇപ്പോൾ കൂട്ടിച്ചേർത്ത് വായിക്കണം. അതായത് തന്റെ 10 വർഷത്തിനിടയിലെ അനുഭവത്തിൽ ഓരോ പാർലമെന്റ് സെഷൻ വരുമ്പോഴും ഓരോ ബജറ്റ് സെഷൻ വരുമ്പോഴും രാജ്യാന്തര ശക്തികളുടെ ഇടപെടൽ, വിദേശ ശക്തികളുടെ ഇടപെടൽ പ്രകടമായിരുന്നു. പക്ഷേ ഈ 10 വർഷത്തിനിടയിൽ ആദ്യമായി ഈ ബജറ്റ് സമ്മേളനം വരുമ്പോൾ ഒരു വൈദേശിക ഇടപെടലും ഇല്ലാതെ രാജ്യത്തിന് സ്വതന്ത്രമായി മുന്നോട്ട് പോകാൻ കഴിയുന്നു. പ്രതിപക്ഷത്തിന് പോലും അങ്ങനെയൊന്ന് പറയാനില്ല. അത് വലിയൊരു ചേഞ്ച് അല്ലേ? ഈ രാജ്യത്തെ നുള്ളി നോവിക്കാൻ ശ്രമിക്കുന്നവർക്ക് കനത്ത തിരിച്ചടി എവിടെ നിന്നെങ്കിലുമൊക്കെ കിട്ടുമെന്ന് കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പരമാധികാര റിപ്പബ്ലിക്കാണ് നമ്മൾ എന്നത് വളരെ കൃത്യമായി ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഭാരതം മുന്നേറുന്നത് കൊണ്ടല്ലേ അങ്ങനെ പ്രധാനമന്ത്രിക്ക് പറയാൻ കഴിഞ്ഞത് ഇന്ന്? അതിന്റെ വ്യക്തമായ തെളിവാണല്ലോ ട്രൂഡോ എന്ന് പറയുന്ന കനേഡിയൻ ഭരണാധികാരി ഇന്ന് എവിടെ? ഇന്ത്യക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാടെടുക്കുകയും ഇന്ത്യയെ മോശമാക്കാൻ വേണ്ടി ഖാലിസ്ഥാൻ തീവ്രവാദികൾക്ക് പിന്നിൽ പണമൊഴുക്കുകയും ഇന്ത്യയിൽ അരാജകാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യാൻ ശ്രമിച്ച കാനഡയുടെ അധികാരിയെ താഴെ ഇറക്കാൻ ഇൻഡയറക്റ്റ് ആയിട്ടോ ഡയറക്റ്റ് ആയിട്ടോ എന്ന് ഇപ്പോൾ ആൾക്കാർ സംശയിക്കുന്നുവെങ്കിലും അതിന്റെ പിന്നിൽ ഭാരതം ശക്തമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനം വിജയിച്ചിട്ടുമുണ്ട്. അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ട്രംപ് അധികാരത്തിൽ വന്നാൽ അങ്ങനെ വരാൻ പാടില്ല എന്ന് ചിന്തിച്ചവരായിരുന്നു ഇവിടെ. പക്ഷേ നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത വ്യക്തി എന്നുള്ള നിലയിലും ഇന്ത്യയുടെ താല്പര്യങ്ങളും അമേരിക്കയുടെ താല്പര്യങ്ങളും ഉയർത്തിപ്പിടിക്കേണ്ടത് തീവ്രവാദത്തിനെതിരായിട്ടാണ്, അന്താരാഷ്ട്ര രംഗത്തെ തീവ്രവാദത്തിനെതിരെ എന്ന നിലപാടിലും ഇന്ത്യ വരിച്ച വൻ വിജയം തന്നെയാണ് ട്രംപിന്റെയും വിജയം. അപ്പോൾ അമേരിക്കയുടെ ഒരു സാമന്ത രാജ്യമാണ് ഇന്ത്യ എന്നല്ല ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതായത് അമേരിക്കയ്ക്കൊപ്പം തലയുയർത്തി നിന്നുകൊണ്ട് അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയെ ആക്രമിക്കാൻ വരുന്നവരെ തിരിച്ചാക്രമിക്കാനും അടിച്ചു വീഴ്ത്താനും കഴിയുന്ന അന്താരാഷ്ട്ര വലിയ വൻ ശക്തിയായി ഭാരതം മാറി എന്നുള്ളതും ഈ അവസരത്തിൽ നമുക്ക് വ്യക്തമാണ്. അതുകൊണ്ട് ഇന്ത്യക്കകത്ത് നടക്കുന്ന വിധ്വംസന പ്രവർത്തനങ്ങൾ കർഷക സമരം എന്നുള്ള പേരിലാണെങ്കിലും മറ്റു പേരിലാണെങ്കിലും ഇന്ന് എന്തുകൊണ്ട് കാണുന്നില്ല എന്ന് ചോദിച്ചാൽ ഇന്ത്യക്കകത്തും പുറത്തും അതിശക്തമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം നിലവിൽ വന്നു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ്. കാർഷിക മേഖലയിലോ മറ്റു മേഖലകളിലോ നേരത്തെ കൊടുത്തിരുന്നതായ നയമല്ല ഇന്ത്യയെ സർക്കാർ പിന്തുടരുന്നത്. എല്ലാവർക്കും സബ്സിഡി വാരിക്കോരി കൊടുക്കുക, എന്നിട്ട് ആ സബ്സിഡി മുഴുവൻ ഖജനാവിലേക്ക് അടിച്ചേൽപ്പിക്കുക, അങ്ങനെ ഖജനാവിൽ വലിയ തോതിൽ കടമുണ്ടാക്കുക, എന്നിട്ട് ആ കടം തീർക്കാൻ വേണ്ടി ജനങ്ങളുടെ മേലെ ടാക്സ് അടിച്ചേൽപ്പിക്കുക. അപ്പൊ ഒരു വശത്തുകൂടി സോപ്പിടുകയും മറുവശത്തുകൂടി അവന്റെ ഖജനാവ്, അതായത് വീട്ടിലെ ഖജനാവ് കൊള്ളയടിക്കുകയും ചെയ്യുന്ന നയം BJPക്ക് ഇല്ല. അതുകൊണ്ടാണ് BJP വളരെ വ്യക്തമായിട്ട് ഈ കാര്യം പറയുന്നത്. സബ്സിഡി കൊടുത്ത് എല്ലാ കാലത്തും ഒരു ജനതയെ മുഴുവൻ പോറ്റാൻ പറ്റില്ല. ലോകത്തെ ഏറ്റവും വലിയ ജനതയാണ്. അപ്പൊ കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം, കർഷകർക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം. അത് കാർഷിക മേഖലയിൽ കൊടുക്കും. അതുകൊണ്ടാണല്ലോ അന്താരാഷ്ട്ര നിയമങ്ങളെ പോലും അതിലംഘിച്ചുകൊണ്ട് കിസാൻ സമ്മാൻ നിധി പോലെയുള്ള നിരവധി കാര്യങ്ങൾ, കിസാൻ ക്രെഡിറ്റ് കാർഡ് പോലെയുള്ള നിരവധി ലോണുകൾ കാർഷിക മേഖലയിലേക്ക് ചെയ്തത്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ടായിട്ട് 2,860 കോടി രൂപ ഈ കൊച്ചു കേരളത്തിലേക്ക് വന്നിട്ട് ഒരു പൈസ പോലും എടുത്ത് ഉപയോഗിക്കാതെ ഈ ഘട്ടത്തിലാണ് കേരളത്തിന്റെ പ്രതീക്ഷകൾ കൂടി എന്തെന്ന് പരിശോധിച്ച് പോകേണ്ടതുണ്ട്.